എന്നും ദോശ ഇഡലിയൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടാകും കുട്ടികളല്ലേ. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. ഒന്നാമതേ വെക്കേഷൻ ടൈമാണിപ്പം. അപ്പോൾ അവരെപ്പോഴും പറയും ദോശ മതി, ഇഡ്ഡലി മതി എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ദോശയായിട്ടാണ് എന്താ പറയുക അമ്മ രുചികൾ വന്നിരിക്കുന്നത്. നല്ല സൂപ്പർ ദോശയാണ് കേട്ടോ, വെറൈറ്റി ദോശയാണ്. കുട്ടികൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പനീർ വെച്ചിട്ട് ഒരു മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പനീർ മസാല ദോശ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റിയാണ് താനും. അപ്പോൾ അങ്ങനെ ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും അമ്മ രുചികൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും ഒന്ന് ശ്രമിക്കണേ. എല്ലാവർക്കും ഒന്ന് ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട്, ഒരു പീസ് ബട്ടർ ഇട്ട് കേട്ടോ. ബട്ടർ ഉരുകി വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് ഉരുകി വന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ നല്ല ജീരകം ഉണ്ടല്ലോ, ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും സവാളയാണേ, സവാള ഒരു 2 വലിയ സവാള, മീഡിയം സവാളയാണേ 3 എണ്ണം സവാള കൊത്തി അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്തിട്ടുണ്ട്. ബട്ടറും എണ്ണയ്ക്കകത്തും കൂടിയാണ് കിടന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഉപ്പ് ചേർത്തു. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, വെളുത്തുള്ളി ഒരു 4-5 അല്ലി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 2-3 പച്ചമുളക്, ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് ഇനി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇനി ഒന്ന് വഴറ്റിയെടുക്കണേ. നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ വരും. ഇനിയാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, ചേർത്തു. ഉപ്പ്, കുറച്ച് നമ്മുടെ ജീരകപ്പൊടി ഉണ്ടല്ലോ, ജീരകപ്പൊടി ചേർക്കണം. ഒരു ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ, 1 ടീസ്പൂൺ ചേർത്താൽ മതി. 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കണം. ഉപ്പ് ചേർക്കണം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റണേ. ഇത്തിരി ജീരകപ്പൊടി ഇത്തിരി മുമ്പോട്ട് നീക്കണേ. പിന്നെ ഇത് കണ്ടോ, പനീർ നമ്മൾ മേടിക്കുന്ന പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണേ, അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ചേർന്ന് കിട്ടണം. എല്ലാ സവോളയും മസാലയും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ഇതുപോലെ ചേർന്ന് വരും. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാവേ, ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെ വെള്ളം ഒഴിക്കുക. എന്നാലേ അതൊന്ന് സോഫ്റ്റായിട്ട് വരുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് ദോശയിൽ എന്താ പറയുക, അകത്ത് വെക്കേണ്ടതല്ലേ, ഫില്ല് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചേർന്നാണ്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാമേ. ഇതാ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഒരു ദോശക്കല്ല് വെക്കുക, അതിലേക്ക് ഒരു തവി മാവ് ഒഴിക്കുക, നല്ലതുപോലെ തിന്നായിട്ടങ്ങ് പരത്തിക്കൊള്ളുക. നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് 1 സ്പൂണെങ്കിലും ഒഴിക്കണേ. എന്നിട്ട് അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പനീറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചോളുക. അത് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം നല്ലതുപോലെ മുരിച്ചെടുത്താൽ മതി. അപ്പം വേണമെങ്കിൽ ദോശ ഒന്ന് മറിച്ചിടാം കേട്ടോ, 2 സൈഡും ഒരുപോലെ മൂത്ത് വരണമെങ്കിൽ ഒന്ന് മറിച്ചിട്ടെടുക്കാം. ഇല്ലെങ്കിൽ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്താലും മതി, നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഫില്ല് ചെയ്താലും മതി. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനൊന്ന് മറിച്ചിട്ടിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡ് നല്ല മുരിഞ്ഞ് വരുമല്ലോ, അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയായാലും പനീർ മസാല ദോശ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുക. സൂപ്പർ ടേസ്റ്റിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം അല്ലേ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം.
അങ്ങനെ ഒരു റെസിപ്പിയാണ്. ഞാൻ പിന്നെ ഒരു പനീർ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട് എല്ലാത്തിനും. കാരണം നമ്മൾ ഗ്രേറ്റ് ചെയ്തതല്ലേ പനീർ മൊത്തം. അപ്പോൾ ഒരു പനീർ നല്ലതല്ലേ ഇങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ ബൈ.